ഇത് ഇച്ചിരി ഡ്രൈ വാഷ് ഉള്ളിയാണേ. ഇതിന് 1180 ആണ്. ഇത് ഞാൻ പൊട്ടിച്ചിട്ട് പോലുമില്ല. എല്ലാവർക്കും ഇഷ്ടമില്ലല്ലോ നമ്മളെ ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്തത് തന്നെ. ബാക്കിയുള്ള നമ്മുടെ ഫാമിലിയിലെ ആൾക്കാരും അറിയണ്ടേ, രസമല്ലേ ഇതൊക്കെ പങ്കുവെക്കുന്നത്. അപ്പം നമസ്കാരം, എല്ലാവർക്കും ദേവചന്ദ്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഈ കുഞ്ഞു ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എനിക്ക് തോന്നുന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ ഓണക്കോടി കിട്ടിയ വർഷമാണ്. സൂപ്പർ ഡൂപ്പർ ഓണമായിരുന്നു. കാരണം ഇത് നേരത്തെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഷൂട്ടിൻ്റെ തിരക്കും കിഷോറിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് വരാൻ കുറച്ച് താമസിച്ചു. അതുകൊണ്ട് സദയം ഞങ്ങളോട് ക്ഷമിക്കുക. ഓണം അങ്ങനെ. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ പക്ഷെ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പ്രാധാന്യമില്ല. എന്താ? എനിക്ക് വലിയ അങ്ങനെ ഓണക്കോടിയൊന്നും അധികമൊന്നും കിട്ടിയൊന്നുമില്ല. എനിക്ക് കിട്ടിയിട്ടോ, ചുമ്മാ ചവറ് പോലെ വന്ന് കിടക്കുക. മൊത്തം ഇതൊക്കെ ഉടുത്ത് തീർക്കണമെങ്കിൽ അടുത്ത ഓണവും അപ്പൊ ജന്മം തീരുമില്ലല്ലോ. അങ്ങനെ പറയരുത്, അടുത്ത ജന്മം കൂടെ കൊടുക്കാനുള്ളതുണ്ട്. അപ്പൊ എനിക്ക് ഒരു ജന്മം കൂടെ മനുഷ്യന്റെ കിട്ടും എന്ന് ഞാൻ വിചാരിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതില് പൈസ കൊടുത്ത് വാങ്ങിച്ചത് വളരെ കുറച്ചേ ഉള്ളൂ. ടു ബി ഓണസ്റ്റ്, എല്ലാം ഓണക്കോടി ഗിഫ്റ്റ് കിട്ടിയതാണ്. ഓസ് അല്ല, ഗിഫ്റ്റാണ്. ഓസ് എന്ന് പറയാൻ പാടില്ല. ഓസ് നമ്മൾ ചോദിച്ച് മേടിക്കുന്നതാണ്. അല്ല, ഓസി അടിക്കുക എന്ന് പറയുന്നത് ചോദിച്ചു മേടിക്കുന്നതിനല്ല. ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാണ്. അല്ല കേട്ടോ, എനിക്ക് എൻ്റെ ഏറ്റവും നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തായിരുന്നു ഓണത്തിന്റെ. സായിമീരയുടെ സത്യം പറഞ്ഞുണ്ടല്ലോ, സത്യം പറയാ. സായി മീര എന്ന് പറഞ്ഞ് സായിമീരയുടെ ഓണറിന്റെ പേര് എനിക്കറിയത്തില്ലായിരുന്നു. അവസാനം അവള് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പേര് ചേച്ചി മോനിഷ. അങ്ങനെയല്ല, അത് അവളുടെ പേജിന്റെ പേര്, മോളുടെ പേരാണ് സായി മീര. ആര് പൈസ തന്നു? അതെന്തോ ആയിക്കോട്ടെ, അത് പറയുമ്പോ അതും പറയണം. പ്രത്യക്ഷത്തിൽ, അതായത് കാശ് വേറെ ആള് കൊടുക്കും. എടോ ഉളുപ്പില്ലാണ്ട് അതിലെന്ത് അന്തസ്സുണ്ട് ഞാൻ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്? ഗിഫ്റ്റാ. അങ്ങനെ പറ, കാശ് കൊടുത്ത് മേടിച്ചാന്ന് കള്ളം പറയരുത്. അപ്പം നമുക്ക് കിടക്കാം. നമ്മൾ ആദ്യം നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോസ് തൊട്ട് തുടങ്ങാം. ഇത് നമ്മുടെ AR ഹാൻഡ്ലൂംസിൻ്റെ ഒരു പ്രീമിയം സെറ്റ് മുണ്ടാണ്. ഇത് ഞാൻ ഉടുത്തു കേട്ടോ. ഇത് നമ്മുടെ സീ കേരളം അവാർഡ് നൈറ്റിന് ഞങ്ങൾ ഉടുത്തിട്ട് നല്ല സൂപ്പർ അഭിപ്രായം കിട്ടിയ ഒരു സെറ്റ് മുണ്ടാണ്. ഇതാ കണ്ടോ, ഇത് നല്ലൊരു ഗ്രാൻഡ് ടിഷ്യൂല്. ഹാൻഡ്ലൂം അല്ല, പവർലൂമാണ്. പക്ഷെ ഫുൾ ഈ ഒരു ഗോപുരം ഡിസൈനൊക്കെ ആയിട്ട് നല്ലൊരു ടിഷ്യൂ സാരിയാണ്. ഇത് AR ഹാൻഡ്ലൂംസിൻ്റെ ആണ്. ഇതൊരു പ്രീമിയമാണ് കേട്ടോ. ഇത് നല്ല, ഇതിന് ചിലരൊക്കെ നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് ചില പ്രൈസ് ചോദിക്കാറുണ്ട്. അപ്പം ഞാനതാ പറഞ്ഞത്, ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള 2000 താഴെ റേഞ്ചുള്ള ഇതാണ്. പക്ഷേ ഇത് തന്നെ ഹാൻഡ്ലൂമിൽ വരുമ്പോഴത്തേക്കും 8000 10,000 ഒക്കെ വരും. ഇത് ഹാൻഡ്ലൂം അല്ല, നമ്മൾ പാവങ്ങളുടെ സെറ്റുമുണ്ടാണിത്. ഓക്കെ, ഇതങ്ങനെ വരണം. ARൻ്റെ തന്നെ വേറൊരു സെറ്റുമുണ്ടുണ്ട്. സെറ്റ് സാരിയാണ്. സെറ്റ് സാരി ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ്, ഈ കളേർഡ് ടിഷ്യൂസ്. ഇതൊരു തത്തപ്പച്ച കണ്ടോ. ഇല്ല, ഇത് ഉടുത്തിട്ടില്ല, ഫ്രഷ് പീസാണ്. ഇത് ഉടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഫോട്ടോസ്, വീഡിയോസ്. ഇതിൻ്റെ റണ്ണിങ് തന്നെ ബ്ലൗസ് ഉണ്ട്. അത് വേണമെങ്കിൽ റണ്ണിങ് ബ്ലൗസ് തന്നെ ഇടാം. ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു വരുന്നത്. കണ്ടോ, നല്ല ഗ്രാൻഡ് പല്ലുവാണ്. ഫുൾ ടിഷ്യൂ ആണ് കേട്ടോ. ഇത് ഇടയ്ക്കും തലയ്ക്കും ഒന്നുമല്ല, ഫുൾ ടിഷ്യൂലാണ് ഈ സാരി. ഇതിൻ്റെ തന്നെ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ ഇതൊരു പാരറ്റ് ഗ്രീൻ ഞാൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇതും ഒരു വ്യത്യസ്തമായ സെറ്റുമുണ്ടാണ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ആരുടെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചതെന്നും കൂടെ പറഞ്ഞാൽ നിങ്ങൾ അറിയും. നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ജിയാസ് ബ്യൂട്ടി പാർലറിലല്ലേ, നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് ആൻറ്റി അടുത്തുനിന്ന് മേടിച്ചു. ആൻറ്റി ഈ ഓണം പ്രമാണിച്ച് കുറച്ച് സെറ്റ് സാരീസൊക്കെ ഇങ്ങനെ എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ, ഇതൊരു 50/50 ആണ് കേട്ടോ. ഒരു ടിഷ്യൂ, ഇതിൻ്റെ താഴത്ത് വേറൊരു ഷെയ്ഡ്. ഡ്രൈ വാഷ് ഉള്ളിയാണേ. ഇതിന് 1180 ആണ്. ഇത് ഞാൻ പൊട്ടിച്ചിട്ട് പോലുമില്ല. ഇഞ്ചിയുടെ മണോ? അത് പുതിയതായിട്ടാണ്, പുതിയ ഫ്രഷ് ഇതല്ലേ, നമ്മൾ പൊട്ടിച്ചിട്ടില്ലല്ലോ.
ഇപ്പോഴല്ലേ ഇതിനു വേണ്ടി പൊട്ടിച്ചത്. അപ്പോൾ ഇതൊരെണ്ണം, ഇതൊരു വ്യത്യസ്തമായ അനുഭവമല്ലേ. ഇനി ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. അദ്ദേഹത്തിൻ്റെ ഒരെണ്ണം കാണിക്കും. ഇതൊരു പ്രീമിയം സൂട്ടാണ്. എന്താ കാണിക്കും, ഇനി പറ. ഞാൻ എൻ്റെ എല്ലാം ഇതെനിക്ക് പറയാനൊന്നും പറഞ്ഞുകൂടാ. പറ. ഇത് മാന്യവർ, ലോക്കലൊന്നും ഞാൻ എടുക്കൂല. മാന്യവർ പ്രോഗ്രാമിനിടാൻ. ഇതിപ്പോ ഞാനിപ്പോ കൂടുതൽ മടക്കാൻ നിൽക്കണം. സൈഡിൽ ഇങ്ങനെ ബട്ടൺ ഉള്ളത്. അങ്ങനെ എന്നോടത്തല്ലേ പറയണ്ട, അവരോട് പറ. ഇത് സൈഡിൽ ബട്ടൺ ഉള്ളതാ കേട്ടോ. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത് ഇച്ചിരി ഇങ്ങനെ ഇടുകയും വേണം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇവിടെയൊക്കെ ഉണ്ട്. പാവാട അല്ലേ, ഇത് പട്ടിയാല എന്ന് പറയും. ഇത് മറ്റേ വെറുതെ എടുത്തിട്ടാ മതി. ഇങ്ങനെ അത് മറ്റേ കണ്ടോ, ഇലാസ്റ്റിക് ഉള്ളതാ. കണ്ടോ, യൂണി സൈസാണ്. എത്ര വണ്ണുള്ളവർക്ക് കൂടാ. കെട്ടുകൊണ്ട്. മാന്യന്മാരെല്ലാം മാന്യവറിയിൽ നിന്ന് എടുക്കും. അല്ലാത്തവര് എനിക്കറിയൂടാ. നിങ്ങളൊക്കെ മാന്യവരിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇതെങ്ങനെ താങ്കളുടെ ഈ ഗിഫ്റ്റ്? ഇതൊന്ന് മടക്കാവോ? ഇത് മടക്കാൻ പറ്റുന്നില്ല. ഗിഫ്റ്റിന്റെ കഥ പറ. ഇത് എന്റെ പിറന്നാളിന് അമ്മ വാങ്ങി തന്ന. അത് പറയണം. എന്നിട്ട് ഞാൻ മാത്രം എന്തോ ഗിഫ്റ്റ് ഓസി അടിക്കുന്ന ആളും ഇയാള് വലിയ മാന്യൻ. അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ, ഇത് എവിടെയെങ്കിലും ഒക്കെ ഇട്ട ഫോട്ടോ ഒക്കെ എടുക്കുവാണെങ്കിൽ അയച്ചു തരാം. ഓക്കെ, ഇതൊരെണ്ണം. ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ സെറ്റും കൊണ്ട് കാണിക്കാം. ഇത് ഓസ്കി ഡിസൈൻസ് എന്ന് പറഞ്ഞ നമ്മുടെ സ്നേഹ ശ്രീകുമാറില്ലേ, സ്നേഹയുടെ ബുത്തീക്കിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഭയങ്കര ഓസ്കി എന്നാണ്. ശ്രീ പത്മനാഭനാണ്. ഉണ്ടോ, പത്മനാഭ സ്വാമിയാണ്. ഒരു ഭയങ്കര ഭംഗിയുള്ള, കാരണം ഈ ഒരു ബ്ലാക്ക് ഇതിൻ്റെ സെയിം മുണ്ടും സ്നേഹയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു. ഇത് സെറ്റ് മുണ്ട് ടിഷ്യൂ ആണ്. മുണ്ട് ടിഷ്യൂ അല്ല, മുണ്ട് കോട്ടണിലാണ്. പക്ഷെ സെയിം ഡിസൈൻ തന്നെയാണ്. ശ്രീ പത്മനാഭൻ തന്നെയാണ്. ഭയങ്കര ഒരു ഫിനിഷുള്ള നല്ല നീറ്റ് വർക്കായിട്ട് എനിക്ക് തോന്നി. അപ്പം സ്നേഹയ്ക്കും താങ്ക് യു. ഓസ്കി ഡിസൈൻസ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ സ്നേഹയ്ക്ക് ഒരു വാട്സാപ്പ് അല്ല ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഉണ്ട്. അതിൽ നമ്പറുണ്ട്, അതിൽ വാട്സാപ്പ് ചെയ്താൽ മതി. ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ ഷോയ്ക്ക് ഒരു തുളസിക്കതിർ സെറ്റും കൊണ്ടിട്ടിരുന്നു പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അതും സ്നേഹയുടെ ബുത്തിക്കിൽ നിന്നാണ്. അതുപോലെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ ഒരു മറ്റേ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ പാറ്റേണിലൊരു സാരി യൂസ് ചെയ്തിരുന്നു. അത് സ്നേഹയുടെ ബുത്തിക്കിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓസ്കിയെ സമീപിക്കാവുന്നതാണ്. ഇത് ഓസ്കി. താങ്ക് യു. ഇനി നമുക്ക് കമ്മിങ് ബാക്ക് ടു സൈമീര. സായിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ അറിയോ? സൈമീരയുടെ എന്തെങ്കിലും ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് വന്ന് അപ്പം എന്നെ വിളിച്ച് കാണിക്കും. ചേച്ചി ഇത് കണ്ടോ, വ്യത്യസ്തമായ തിരുവാതിര. ഇത് പ്രിന്റഡ് ആണ് കേട്ടോ, ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഞാൻ നമ്മുടെ ടി.എസ്. സുരേഷ് ബാബു സാറിൻ്റെ മോളുടെ തലേ ദിവസത്തെ ഫംഗ്ഷന് ഞാൻ എടുത്തിരുന്നു. കണ്ടോ, ബ്ലൗസിലും സെയിം പ്രിന്റ് ഉണ്ട്. തിരുവാതിരയായി തിരുവാതിര ഇനി കളിച്ചില്ലേലും ഉടുത്താൽ മതി. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആണ്. ഇത് സെറ്റ് മുണ്ട് തന്നെയാണ്. ഇത് ടിഷ്യൂലാണ് കേട്ടോ. ഇത് പ്രീമിയം ടിഷ്യൂവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടിഷ്യൂ ഒന്നും ക്വാളിറ്റി ഇല്ല. ഓണം ആയതുകൊണ്ട് ക്ഷമിച്ചേക്കാല്ലേ. ഓണത്തിനൊരു കിഴിവ്. അപ്പോൾ ഇതങ്ങനെ. ഇതും ടിഷ്യൂ ആണ്, സൈഡ് തന്നെയാണ്. ഇത് ഭയങ്കര യുണീക്കായിട്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ എന്തെങ്കിലും യുണീക്ക് പ്രിന്റ്സ് വരുമ്പോഴത്തേക്ക് അപ്പം എന്നെ വിളിക്കും. ചേച്ചി ഒരു കഥകളി വന്നിട്ടുണ്ട്, ചേച്ചി ഒരു ഒഡീസി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പല്ലുവാണ് ഭയങ്കര രസം. എങ്ങനെയുണ്ട്? ശബാഷ്. നമുക്ക് ഭിത്തിയെ വേണമെങ്കിൽ ഉണ്ട്. അത് ഭയങ്കര രസമുണ്ട്. ഇതൊരു ഭരതനാട്യം, ഒരു കഥകളി ഒക്കെ ആയിട്ട് നല്ല നല്ല മുഖമൊക്കെ നല്ല രസമായിട്ട് പ്രിന്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പെയിൻറ്റിങ് ആണിത്. നല്ല ഭംഗിയുള്ള ഒരു പീസാണ്. ഇത് സൈമീരയുടെയാണ്. അപ്പോൾ ഇതും നമുക്ക് ഓണത്തിന് കിട്ടിയതാണ്. നല്ല ഭംഗിയില്ലേ? അപ്പം തിരുവാതിരയായി, കഥകളിയായി, ഭരതനാട്യമായി. സമാധാനമായി. ഇനി ഒന്നും ചെയ്യണ്ട. ഇനി അടുത്തത് ഇത് ആശ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഈ സാരിയുടെ പ്രത്യേകത ഇത് ഹാൻഡ് പെയിൻറ്റഡ് ആണ് കേട്ടോ. ആശ തന്നെ ചെയ്തതാണ്. നീലത്താമര സെറ്റുമുണ്ടാണ്. ഇതാ നീലത്താമര കൈകൊണ്ട് പെയിൻറ്റ് ചെയ്ത് എത്ര സമയം എടുത്തിട്ടുണ്ടാവും എന്നറിയോ ഒരു ഹാൻഡ് പെയിൻറ്റിങ് ഫിനിഷ് ചെയ്യാനായിട്ട്, മുണ്ടിലും വേഷ്ടിയിലും. ഇതാണ് അവരുടെ പേജ്.
അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഹാൻഡ് പെയിന്റ് നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് തരും. ഇതിപ്പം ബ്ലൂവിൽ ചെയ്തിരിക്കുന്നു, ഇനി അതല്ല നമുക്ക് പിങ്കിൽ വേണം, ഷർട്ടിൽ ചെയ്ത് തരും. നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അപ്പം ഷർട്ടിൽ ഇപ്പോൾ ചിലപ്പോൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഈ ഒരു സൈഡിൽ മൊത്തം വർക്ക് ചെയ്ത് പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഷർട്ട്സ് ഉണ്ട്, കസ്റ്റമൈസ് ചെയ്ത് തരും. കളേഴ്സ് കസ്റ്റമൈസ് ചെയ്ത് തരും. നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഭയങ്കര ട്രെൻഡായിരിക്കുകയാണ്. എല്ലാവരും ഈ യൂഷ്വൽ കസവും അല്ലെങ്കിൽ കരയും മാത്രമല്ലാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ യുണീക്കായിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിട്ടിരിക്കണം എന്നുള്ളൊരാഗ്രഹം അതെനിക്കും ഉള്ളതാണ് കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നത് ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുട്ടീക്കാണ്, ആലപ്പുഴയിലുള്ള ഇഹ ഡിസൈൻസ്. ഇഹയുടെ എനിക്ക് തോന്നുന്നു കുറേ നാളുകളായിട്ട് നമ്മൾ അമൃതയുടെ പ്രോഗ്രാംസിന് ഇഹ നമുക്ക് കോസ്റ്റ്യൂം ചെയ്ത് തരാറുണ്ട്. ഇത് അവരുടെ ഈ വർഷത്തെ ഒരു പ്രീമിയം ഓണം കളക്ഷനാണ്. ഇതാണ്ടോ, ഇതും കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് ഈ കളറ് നമുക്ക് ഏത് കളറും വേണം. നിങ്ങൾക്ക് ലാവൻഡർ വേണോ, ഗ്രീൻ വേണോ, പിങ്ക് വേണോ, റെഡ് വേണോ, ബ്ലാക്ക് വേണോ, ഏത് കളറ് പറഞ്ഞാലും അവർ നമുക്ക് ഇതുപോലെ ഈ സാരിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരും. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൊണ്ടുണ്ട്, അത് ഞാൻ മാറ്റി വെച്ചത് വേറെ ഒന്നുമല്ല, ഞാനത് ഇട്ടിട്ട് വെച്ചിരിക്കാം. സൂര്യ ടി വിയുടെ സ്പെഷ്യൽ ഓണം പ്രോഗ്രാമിന് ഇതായിരുന്നു. ഇതൊരു മസ്റ്റേർഡ് യെല്ലോ ആണ്. ഇതിൻ്റെ പല്ലു വരുന്നതും നല്ല ഗ്രാൻഡ് പല്ലു തന്നെയാണ്. ഇഹയ്ക്കും ഓൺലൈൻ പർച്ചേസ് ഒക്കെ ഉണ്ട്. അവർ വളരെ എന്താ പറയുക, വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഓൺലൈൻ ബുട്ടീക്കാണ്. ഇതിൻ്റെ പല്ലു ഇതാ കാണിച്ചത്. ഇതിൻ്റെയും നല്ല റിച്ച് പല്ലുവാണ്. നോക്കാം, കണ്ട നല്ല ഗ്രാൻഡ് പല്ലുവാണ്. ഇതാണ്, ഇതിലൊരു റാണിയിലാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, നല്ലൊരു ഭയങ്കര ഗോർജിയസ് ലുക്ക് വരും. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടത്തിന് കളറ് ഇപ്പം നമ്മൾ ഒന്നിച്ച് പോവുകയാണ്, നമ്മളൊരു ഓണത്തിന് ഒരേപോലെ 5 പേര് വേണം, പക്ഷേ 5 കളേഴ്സിൽ നമുക്ക് ചെയ്തെടുക്കാം ഒരേ പാറ്റേണിൽ. ഭയങ്കര രസമായിരിക്കും. കല്യാണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇതും ഇഹയുടെയാണ്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ ഇഹയുടെ. യെസ്, ഇത് നോർമൽ സാരിയാണ്, പക്ഷേ ഇതും നമുക്ക് ഈ ഒരു കളറ് എനിക്ക് ഭയങ്കര യുണീക്കായിട്ട് തോന്നിയിട്ട് തവണ ഞാൻ ഈ ഓണം സ്പെഷ്യലായിട്ട് എടുത്തതാണ്. ഇത് നമ്മൾ സീ കേരളത്തിൻ്റെ ഷൂട്ടിന് നമ്മൾ ഇട്ടു, സ്പെഷ്യൽ എപ്പിസോഡ് ഷൂട്ടിന്. കണ്ടോ, ഇതൊരു ഡീപ്പ് വയലറ്റ് കളറാണ്. ഇത്രേ ഉള്ളൂ, തീർന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇത്തവണത്തെ ഓണം. ഉഷാറായിട്ടുണ്ട്. കുറേ ഗിഫ്റ്റ്, അതെ, കുറേ ഗിഫ്റ്റുകളുണ്ട്. പിന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, എനിക്ക് അയച്ചുന്ന ഞാൻ ഇതായിട്ട് പറഞ്ഞല്ലോ കേട്ടോ, ചിലരൊക്കെ ഭയങ്കര മടിയാണ് ഫോട്ടോ ഒക്കെ കൊടുക്കാൻ. പക്ഷെ നമുക്ക് ഒരു സെറ്റുമുണ്ട്, അവർ വളരെ സ്നേഹത്തോടെ അയച്ചു തരുമ്പോൾ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെൻഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോ അവർക്ക് ഷെയർ ചെയ്യുക. അതിലൊക്കെ എന്താ തെറ്റുള്ളത്? ഇഷ്ടമുള്ളവരൊക്കെ അയച്ചു തരിക ഫോട്ടോസും. അല്ലല്ല, അങ്ങനെയല്ല കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമില്ലല്ലോ നമ്മളെ ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ അയച്ചു തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്തത് തന്നെ. നമ്മൾ അത് വെറുതെ ഒരു ഫോട്ടോയിൽ ഒതുക്കാണ്ട് ബാക്കിയുള്ള നമ്മുടെ ഫാമിലിയിലെ ആൾക്കാരും അറിയണ്ടേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ അവർക്ക് സ്റ്റോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇവരെയൊക്കെ അപ്രോച്ച് ചെയ്യാം. നമ്മൾ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇത്തവണത്തെ ഓണം അങ്ങനെ നമ്മൾ അടിപൊളിയാക്കുകയാണ്. ഓണം വിശേഷവും സദ്യയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വഴിയെ നമ്മൾ കാണിക്കാം. അപ്പോൾ ശരി, ആരോഗ്യമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. നിങ്ങളൊക്കെ ഓണക്കോടി മേടിച്ചോ? എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മളെയൊക്കെ അറിയിക്കാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രസമല്ലേ ഇതൊക്കെ പങ്കുവെക്കുന്നത്. അപ്പം ഹാപ്പി ഓണം വൺസ് അഗൈൻ. ടാറ്റാ, ബൈ ബൈ, സീ യു.